നമസ്കാരം. മലയാളി വാർത്ത അനാലിസിസിലേക്ക് സ്വാഗതം. വീണയുടെ അറസ്റ്റിനും വിജയന്റെ വീഴ്ചയും ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി നമുക്ക് കാണാനായി. സ്വകാര്യ കമ്പനി ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുപ്പിൽ വീണയ്ക്കെതിരെ രേഖാമൂലം തെളിവുകൾ ലഭിച്ചാൽ വീണ വിജയൻ ഇഡിയുടെ കസ്റ്റഡിയിലാകും. കരിമണൽ കമ്പനിയുടെ MDയോട് തിങ്കളാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നിർദ്ദേശിച്ചിരിക്കെ മാസപ്പടിയുടെ കണക്ക് മുന്നിൽ വെച്ചാകും ചോദ്യം ചെയ്യൽ. എന്ത് സേവനമാണ് വീണ കരിമണൽ കമ്പനിക്ക് ചെയ്തത് എന്ന്, എന്തിനാണ് പ്രവർത്തനമില്ലാത്ത കമ്പനിക്ക് പണം കൊടുത്തത് എന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയില്ല എങ്കിൽ കരിമണൽ MDയും അകത്താകും. വീണ അറസ്റ്റിലായാൽ ആ നിമിഷം പിണറായി വിജയൻ മുഖ്യമന്ത്രി പദവിയിൽ നിന്ന് പുറത്താകും. വീണയുടെ മാസപ്പടി കേസിൽ അറസ്റ്റുണ്ടായാൽ ഭർത്താവും മന്ത്രിയുമായ മുഹമ്മദ് റിയാസും രാജിവെക്കേണ്ടി വരും. ആസന്നമായ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് പിണറായി പുറത്താകുമോ അതോ ഇലക്ഷൻ കഴിയാൻ വരെ അവസരം നൽകുമോ എന്നതേ അറിയേണ്ടതുള്ളൂ. വീണയെ മാസപ്പടി കേസിൽ അറസ്റ്റ് ചെയ്യാൻ കേരളത്തിൽ CPMന് ഒരു ലോക്സഭാ സീറ്റിൽ പോലും വിജയിക്കാൻ സാധിക്കില്ല. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ രാജിവെക്കാൻ പാർട്ടി നേതൃത്വത്തിന് ആവശ്യപ്പെടേണ്ടി വരും. കരിമണൽ കമ്പനിയുടെ ഫിനാൻസ് ഓഫീസറോട് ഹാജരാകാൻ കഴിഞ്ഞ ദിവസം ആവശ്യപ്പെട്ടിട്ടും എത്തിയില്ല. ഈ സാഹചര്യത്തിലാണ് MDക്ക് നോട്ടീസ് അയച്ചത്. തുടർന്ന് നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് കമ്പനി മേധാവി ഇന്നലെ ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും ഇടപെടാൻ തയ്യാറായില്ല. ഈ സാഹചര്യത്തിൽ അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യത ഏറെയായിരിക്കുകയാണ്. സുപ്രീം കോടതി തുടർ നടപടികൾക്ക് അവധി നൽകിയാൽ വീണയും പിണറായി വിജയനും തൽക്കാലം രക്ഷപ്പെട്ടേക്കാം. വീണയുടെ ഉഡായിപ്പും കമ്പനിയും കരിമണൽ കമ്പനിയും നടന്ന 1.72 കോടി രൂപയുടെ തട്ടിപ്പ് കോഴ ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ച കമ്പനി പ്രതിനിധികളിൽ നിന്നും മൊഴി ശേഖരിക്കാനുള്ള ED നീക്കം വരികയാണ്. വീണയ്ക്കെതിരായ മൊഴിയാണ് ED പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. വീണയെ വിളിപ്പിക്കണമെങ്കിൽ കമ്പനി അധികൃതരുടെ മൊഴി വേണ്ടതുണ്ട്. കമ്പനി അധികൃതരുടെ ചോദ്യം ചെയ്യൽ അടുത്ത ആഴ്ച നടത്താൻ ഈ മാസം 26-ന് മുമ്പായി തന്നെ വീണയ്ക്ക് സമൻസ് അയക്കാനാണ് EDയുടെ ഉദ്ദേശം. ഈ നീക്കം തിരിച്ചറിഞ്ഞാണ് വീണയും തന്ത്രപരമായ നീക്കം നടത്തുന്നത്. EDയുടെ മുന്നിൽ എത്തിയാൽ പിന്നെ വീണയ്ക്ക് ഒരു മണിക്കൂർ പോലും പിടിച്ചു നിൽക്കാൻ കഴിയില്ല. SFIOയുടെ ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ EDക്ക് കേസെടുക്കാൻ കഴിയുമോ എന്നതാണ് നിലവിലെ നിയമപ്രശ്നം. പോലീസ്, വിജിലൻസ്, CBI പോലെയുള്ള ഏജൻസികളുടെ FIRന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് EDക്ക് കേസെടുക്കാൻ കഴിയുക. വീണയോട് കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ധനകാര്യ ചുമതലയുള്ള ഉദ്യോഗസ്ഥരാണ് നാളെ ചോദ്യം ചെയ്യലിനെ വിളിപ്പിച്ചിട്ടുള്ളത്. ഇല്ലാത്ത സേവനത്തിന് പണം നൽകിയെന്ന് ഇവരിൽ ചിലർ നേരത്തെ മൊഴി നൽകിയ പശ്ചാത്തലത്തിലാണ് മാസപ്പടി കേസിൽ സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷിക്കുന്നത്. വീണ വിജയനും അവരുടെ സോഫ്റ്റ്വെയർ സ്ഥാപനമായ എക്സാലോജിക്കിനും കരിമണൽ കമ്പനിയായ CMRL നൽകാത്ത സേവനത്തിൽ 1.72 കോടി രൂപ നൽകിയെന്നായിരുന്നു ആദായ നികുതി സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ. ഇതുകൂടാതെ വായ്പ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിരുന്നു. ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫോർഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരവെയാണ് ED അന്വേഷണവും നടക്കുന്നത്. വീണ വിജയൻ, എക്സാലോജിക് കമ്പനി, CMRL പൊതുമേഖലാ സ്ഥാപനമായ KSIDC എന്നിവരാണ് നിലവിൽ അന്വേഷണം നേരിടുന്നത്. നൽകാത്ത സേവനത്തിന് വീണയുടെ കമ്പനി പണം വാങ്ങിയത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ പരിധിയിൽ വരുമെന്നാണ് EDയുടെ നിഗമനം.